ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഊത്തപ്പവും ചിക്കൻ വെജ് കുറുമയും ആണ്. ഊത്തപ്പത്തിന് നിങ്ങളുടെ നാട്ടിലുള്ള പേരൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടാം. അപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ഹെൽത്തിയും ടേസ്റ്റുമാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തത് 1 കപ്പ് ചെറിയരി, അതേ അളവിൽ പച്ചരി, 1/2 കപ്പ് ചോറ്, അല്പം ഈസ്റ്റ്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമ്മൾക്ക് കറി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ചിക്കൻ വെജ് കുറുമയാണ് തയ്യാറാക്കുന്നത്. ഇത് രണ്ടും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതിനായി വെജിറ്റബിൾസ് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ് ഇത്രയുമാണ് എടുത്തത്. ഈ പരുവത്തിൽ കട്ട് ചെയ്താൽ മതി. അതിനുശേഷം വെജിറ്റബിൾസ് വേവിക്കാനുള്ള കുക്കർ എടുക്കുക. അതിലേക്ക് ഉള്ളി, പൊട്ടറ്റോ, ക്യാരറ്റ്, ഗ്രീൻ പീസ്, ചിക്കൻ, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഒക്കെ ചേർത്ത് അല്പം വെള്ളവും ഒഴിച്ച് ഒക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. 3 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്യുക. അപ്പോഴേക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കണം. അതിനായി അല്പം തേങ്ങ, ഗ്രാമ്പൂ, പട്ട, ഏലക്കായ്, കുരുമുളക്, കാഷ്യൂ, വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം, അല്പം ചിക്കൻ മസാല, അല്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളകും ചേർത്ത് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോഴേക്ക് വിസിലൊക്കെ പോയി വെജിറ്റബിൾസ് വെന്ത് റെഡിയായി. അതിനുശേഷം അരപ്പ് അതിലേക്ക് ചേർക്കുക. ഒരു പുളിക്ക് വേണ്ടി അല്പം തൈര് ചേർക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ഈ സമയം ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർക്കാം. അവസാനം മല്ലിയിലയും ചേർത്ത് മൂടി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ അപ്പത്തിന്റെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം തേങ്ങാപ്പാൽ ഒഴിക്കണം. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പത്തിന്റെ മുകളിൽ ചേർക്കാനായി അല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുടാൻ തുടങ്ങാം. തിന്നാനും നല്ല രസമാണ്. ഞങ്ങൾക്കിത് വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്കും തീർച്ചയായും